റിലീസ് ആവുന്നതിന്റെ കുറച്ച് മുന്നേ ഈ ഡോൺ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, പോട്ടെ മോളെ നമുക്ക് അടുത്ത പാട്ട് നോക്കാം, കുഴപ്പമില്ല ഇനിയും പാട്ട് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തീരുമാനമായി. ഞാനും നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പം എന്റെ ഒരു ഫ്രണ്ട് കൺഗ്രാറ്റ്സ് ആവണി എന്ന് പറഞ്ഞ് അയച്ചു. അപ്പൊ നോക്കുമ്പോ ഡിസ്ക്രിപ്ഷനിൽ വിശാൽ മിശ്രാന്റെ ആവണി മൽഹാർ എന്നുണ്ടായിരുന്നു. മുട്ടക്കലക്കി എന്ന സോങ് ഭയങ്കര ഹിറ്റാണ്. അപ്പം അതിലൊരു പാർട്ടാവാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ എന്താ ചെയ്യണേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലേ ബാക്ക് സിംഗർ ആണ്, അപ്പൊ ഏതാ പാടിയെന്ന് നോക്കുമ്പോൾ മന്ദാരപ്പൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്താറില്ല ആൾക്കാർക്ക്. എന്നുവെച്ചാൽ അത് പിന്നെ ഉള്ളിനുള്ളിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ വേർ താങ്കളുടെ പാട്ട് സ്റ്റേജിൽ കണ്ടിട്ട് ഒരു ഓഡിയൻ അല്ലാന്നുണ്ടെങ്കിൽ കേട്ടോണ്ടെന്ന് ആരെങ്കിലും വന്ന് സംസാരിച്ച് പുകഴ്ത്തി താങ്കളുടെ മനസ്സും കണ്ണൊക്കെ നിറഞ്ഞ കോളേജിൽ നിന്നാണ്. അവിടെ സീനിയേഴ്സിന് ഭയങ്കര പെൺകുട്ടികൾ സ്റ്റേജിൽ കയറുന്ന ഇഷ്ടമായിരുന്നില്ല അത്രയും കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ സ്റ്റെപ്പ് കയറുന്ന തൊട്ടിട്ട് ഇറങ്ങണ വരെ കൂവിയിട്ട് ഒരു വസ്തു പുറത്തേക്ക് കേൾക്കാറില്ല സാധാരണ. അപ്പൊ പിന്നെ ഈ സോളോക്ക് കയറി മുൻപേ വാ തുടങ്ങി കൂവലോ കൂവൽ. അപ്പൊ ഞാൻ കുഴപ്പമില്ല, ഇത് സ്ഥിരാണല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ അത് മാറി കയ്യടി ആയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ദിസ് ഇസ് അലിൻ ഷാ ആൻഡ് ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് നിരവധി ഗാനങ്ങൾ ആലപിച്ച ഒരു ഗായികയാണ്. വെൽക്കം ആവണി മൽഹാർ. അപ്പൊ ഫൈനലി നമ്മൾ ആവണിയുടെ മൽഹാറിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണുടക്കുന്നത് ഈ ഇത്രയും ട്രോഫീസ്, നിരവധി പുരസ്കാരങ്ങൾ, അവാർഡ്സ് അല്ലെ, മെമെന്റോസ് ഒക്കെയാണ്. അപ്പോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ചെറുപ്പം തൊട്ടേ പാട്ട് പാടുന്ന, ചെറുപ്പത്തിൽ കിട്ടിയത്. അതെ, പണ്ടത്തെ ഓക്കെ. അപ്പൊ പരിപാടി ഫുൾ ടൈം യൂത്ത് ഫെസ്റ്റിവലും എവിടെ മത്സരം അവിടെ അവിടെയൊക്കെ കയറി പാടുക. പേടിയൊക്കെ വന്നത് അന്ന് അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ പേടിയാണോ? ഭയങ്കര പേടി. വെറുതെ പേടിയൊക്കെ. ഓക്കെ, ചെറുപ്പത്തിൽ പേടിയില്ലായിരുന്നു, ഇപ്പഴാ നമുക്ക് പേടിയാണ്. അതെനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ ലൈം ലൈറ്റും ഈ പറഞ്ഞ പോലെ മീഡിയ ഒരു വിവരം വെച്ചപ്പോഴേ പേടി തുടങ്ങിയിട്ടുണ്ട്. ആണോ? പണ്ട് എനിക്ക് തോന്നുന്നു പേടിക്കാനുള്ള വിവരം ഇല്ലായിരുന്നു. അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഈ വർഷം ആക്ച്വലി നല്ലൊരു വർഷം അല്ലേ? കാരണം നമുക്ക് തമിഴിലും മലയാളത്തിലും ഒരേപോലെ ഒരു റിലീസ് ഉണ്ട്. നല്ല 2 പാട്ടുകൾ പാടിയിട്ടുണ്ട്. പള്ളിച്ചട്ടമ്പിയിലെ ആ പാട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പാട്ട്, അതിന്റെ ഫീമെയിൽ പോർഷൻ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് എന്ന് പറയുന്ന ഇപ്പോ നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പടത്തില് അതില് എനിക്കൊന്നും അത് സോളോ അല്ലേ, ഒരു സോളോ പോർഷൻ നല്ലൊരു മെലഡി സോങ് പാടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങുമ്പോ നല്ലൊരു പാട്ടോട് കൂടി തുടങ്ങിയാൽ അടിപൊളിയായിരുന്നു. ഏതാ? കാട്ടുചെമ്പകം. കാട്ടുചെമ്പകം പാടിക്കോ. നീ പോകാതെ പോകാതെ കൈവെടിയാതെ 100 മോഹങ്ങൾ തേടി വരുമ്പോൾ തീരയോടെ ഒരു പ്രേമ സല്ലാപം കാറ്റും മുളം തണ്ടും ഒരു ഗാന സല്ലാപം മുകിലണി മഴ പൊഴിയണ പകലേ കാട്ടു ചിമ്മകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള കണ്ണി പിന്നാളെ കാത്തു കിട്ടിയ മുത്താളെ തേടി കിട്ടിയ പൊന്നാളെ കട്ടെടുത്തൊരു മോഹസ്വത്താളെ. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നത് ഇതിന്റെ ഒരു മെയിൽ വേർഷൻ ആണ്, പക്ഷെ അതിന്റെ ഫീമെയിൽ വേർഷൻ ആണ് പാടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു മൂവിയുടെ പാർട്ടാവുന്നത്? എങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് താങ്കൾ എത്തുന്നത്? ഈ പാട്ടിലേക്ക് ജയ്ക് സാറിന്റെ കൂടെ ഇപ്പൊ 5ാമത്തെ സോങ് ആണിത്. അപ്പം സാറിന്റെ തന്നെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ഞങ്ങളൊരു ടീം തന്നെയാണ് എപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ആർട്ടിസ്റ്റ് കൂടെ ജയ്ക് സാറിന്റെ മാനേജർ ഡോൺ ചേട്ടൻ ഉണ്ട്. അപ്പൊ ഡോൺ ചേട്ടൻ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരു ട്രാക്ക് പാടാനുണ്ട്, പ്രാർത്ഥിച്ചിട്ടൊക്കെ പാട്, കൺഫേം ആയ പൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്നോട് ആൾക്കും ഭയങ്കര അവിടുത്തെ സ്റ്റുഡിയോത്തെ എല്ലാവർക്കും ഇത് കമ്പോസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സോങ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ പാടി കേൾപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോൺ ചേട്ടൻ പാടി അപ്പൊ തന്നെ ഫോണിൽ പാടിയൊക്കെ കേൾപ്പിച്ചു. അപ്പം എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു ആ പാട്ടിന്റെ ഇതായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ട്രാക്ക് പാടാൻ പോയതാ, റഫ് ട്രാക്ക് പാടാൻ പോയി. പിന്നെ
ഞാൻ അങ്ങനെ കേട്ടു വേറെ ഏതൊക്കെയോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പാടുക മെയിൻ എന്നൊക്കെ കേട്ടു. അപ്പൊ ഞാൻ ആ പ്രതീക്ഷയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ട്രാക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എല്ലാത്തിനും പാടാറുണ്ട്. അപ്പൊ അതങ്ങനെ പോയി എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഈ പ്രൊമോയുടെ ഒക്കെ ഒരു കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഈ ഡോൺ ചേട്ടൻ അവിടുത്തെ സ്റ്റുഡിയോത്തെ ചേട്ടന്മാരെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കിട്ടോ കൺഫേം ആവാന്ന് ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ ഇനിയിപ്പോ പ്രതീക്ഷ ഉണ്ടോ അങ്ങനെ ഞാൻ ആഗ്രഹിക്കണോ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ പ്രൊമോ റിലീസ് ആവുന്നതിന്റെ കുറച്ച് മുന്നേ ഈ ഡോൺ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, പോട്ടെ മോളെ നമുക്ക് അടുത്ത പാട്ട് നോക്കാം, കുഴപ്പമില്ല ഇനിയും പാട്ട് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തീരുമാനമായി. അത്രയും കുറച്ച് ഞാൻ കൊതിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ ചേട്ടാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ചിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു ഇങ്ങനെ അത് പോയി, വേറെ അടുത്ത പാട്ട് നോക്കാന്നാ പറഞ്ഞു. അപ്പൊ അത് പോയി എന്നുള്ള അർത്ഥം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അമ്മയും കൂടെ ഷേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എന്റെ ഒരു ഫ്രണ്ട് കൺഗ്രാറ്റ്സ് ആവണി എന്ന് പറഞ്ഞ് അയച്ചു. അപ്പൊ ഞാൻ എന്തിനാ കൺഗ്രാറ്റ്സ് എന്ന് ചോദിച്ചു. അപ്പൊ പാട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ യൂട്യൂബില് നോക്കുമ്പം ആ വീഡിയോയിലൊന്നും ഇല്ല, മീൻസ് എന്റെ വീഡിയോ ഒന്നുമില്ല, വിശാൽ മിശ്ര സാർ മാത്രം പാടിയ ഒരു വിഷ്വൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നോക്കുമ്പോ ഡിസ്ക്രിപ്ഷനിൽ വിശാൽ മിശ്രാന്റെ ആവണി മൽഹാർ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ ഡോൺ ചേട്ടാ കുറച്ച് മുന്നേ വിളിച്ച് പറഞ്ഞതേ ഉള്ളല്ലോ ഇത് കൺഫേം ആയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഡിസ്ക്രിപ്ഷൻ ഇവര് മാറ്റിയാലോ വേറെ പാടിയിട്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് പിന്നെ വിളിച്ചു പറ്റിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അവിടെ നിന്ന് കൂട്ടച്ചിരി, ഇവരെല്ലാരും സ്റ്റുഡിയോത്തെ എല്ലാരും കൂടെ ലൗഡ് ആക്കിയിട്ട് വിളിക്കായിരുന്നു തന്നെ. അപ്പൊ മനസ്സിലായി കൺഫേം ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയി. അടിച്ചു മോളെ. അപ്പൊ ഇത് നമ്മുടെ സ്വരത്തില് നമ്മുടെ വോയിസിൽ ആ പാട്ട് വന്നു എന്ന് മനസ്സിലാക്കിയ ആ മൊമെന്റിൽ ആദ്യം വിളിച്ച് സംസാരിച്ചു സന്തോഷത്തോടെ നമ്മൾ വിളിക്കുന്ന ഒരു ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? കൺഫേം ആയി പറഞ്ഞ റിലീസ് അപ്പോഴേക്കും പ്രൊമോ ഓൾറെഡി പോയായിരുന്നല്ലോ. അപ്പൊ തന്നെ എല്ലാരും അറിഞ്ഞായിരുന്നു. ഞാനായിട്ട് വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും കൺഗ്രാറ്റ്സ് ഒക്കെ അയക്കായിരുന്നു ഇങ്ങോട്ട് ചെയ്ത്. ഓക്കെ, അപ്പൊ പ്രസന്റ്ലി നമ്മള് ഹാപ്പിയാണ്, അടിപൊളിയാണ്. ആ യൂത്തിലെ സോങ് അതുകൂടെ ഒന്ന് പാടണം. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഇവിടെ പൊന്മാനെ റൈറ്റ്, അടിപൊളി സോങ് ആണ് കേട്ടോ. അതുകൂടെ ഒന്ന് പ്ലീസ്. ഉലകെ വേറൊരു കൂടി പോയാലും നീ താങ്ങിട് കായങ്ങൾ ആരാധന കണ്ണീരും കണ്ണീരും തീരാതത ഉണ്ടാകും എണ്ണങ്ങൾ കള്ളാനത കണ്ണൂരും മുൻപാസ വന്നടത എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടല്ലേ. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ പണ്ടേ ജിവിപിന്റെ ഫാനാണ്. ഞാൻ ചെറുതാകുമ്പോഴേ ജിവിപിയുടെ മറ്റേ പൂക്കൾ പൂക്കും കുറേ പാട്ടുകളുണ്ടല്ലോ, ഭയങ്കര ഫാനാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആളെ പാട്ടുകൾ. മാമിന്റെ ഒരു ടെക്സ്ചർ ഉണ്ട് പൂക്കൾ പൂക്കുംലൊക്കെ പുള്ളിക്ക്. ഹരിണി മാമിന്റെ ഒരു ടെക്സ്ചർ ഉണ്ട്. ജിവിപി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ജിവിപിയുടെ യാതൊരു ഒരു കോണ്ടാക്റ്റും ഇല്ല. സാറിന് വേണ്ടി പാടുന്ന അശ്വൻ സത്യ വഴിയാണല്ലോ. ഞാൻ ഇവിടുന്ന് പാടി അയച്ചു കൊടുക്കുന്നു, ആള് കൺഫേം ആക്കുന്നു, ആൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു എന്ന് ഇവര് വഴി ഞാൻ അറിയുന്നു. നേരിട്ടൊരു കണക്ഷൻ ഇല്ല. എങ്ങനെയാണ് യൂത്തിൽ എത്തിയെന്ന് പറ. യൂത്തിലേക്ക് എത്തുന്നത് പിന്നെ ജി.വി. പ്രകാശ് സാറിന്റെ ഇവിടത്തെ പ്രോഗ്രാമർ ഉണ്ട് കൊച്ചിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം അശ്വിൻ സത്യാറിട്ട് എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അവൻ വഴിയാണ് എനിക്ക് മുന്നേ ജി.വി. പ്രകാശ് സാറിന്റെ ഒരു പാട്ട് പാടിയായിരുന്നു സോളോ, കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ ജി.വി. പ്രകാശ് സാർ തന്നെ അഭിനയിച്ച് ഡയറക്ട് ചെയ്തൊരു പടം. അപ്പം ഇത് രണ്ടാമത്തെ പാട്ടാണ് ഈ യൂത്തിൽ വന്നത്. അപ്പൊ അതും അശ്വിൻ സത്യ വഴി തന്നെയാണ് വന്നത്. പിന്നെ അങ്ങനെ ഞാൻ പോയി പാടി കൺഫേം ആയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു പാടലും അതിന്റെ റിലീസും അങ്ങനെയൊക്കെ. പടത്തിന്റെ റിലീസിന്റെ കുറച്ച് മുന്നേ പാടിയിട്ടുള്ളൂ. അപ്പൊ ഭയങ്കര സന്തോഷമായി. കാര്യം അതിലത്തെ മിനുക്കി മുട്ടക്കലക്കി എന്നുള്ള സോങ് ഭയങ്കര ഹിറ്റാണ്. അപ്പം അതിലൊരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ മൂവി തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഈ സോങ് ഞാൻ ഫുൾ കുറച്ച് അധികം ലെങ്ത് ഉള്ള സോങ്ങാ. അപ്പൊ ഞാൻ വെച്ച് ഫുൾ ഉണ്ടാവില്ല ആ മൂവിയിൽ, കുറച്ച് പോർഷൻ ആയിരിക്കും. പക്ഷെ ഇത് ഫുൾ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, കുറെ ഇടയ്ക്കിടയ്ക്കായിട്ട് പ്ലേസ് ചെയ്തിട്ട്. ഭയങ്കര സന്തോഷമായി. അത് എനിക്ക് തോന്നുന്ന സിനിമയുടെ ചില മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിൽ മറ്റേ ഇമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് താങ്കളുടെ വോയിസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അല്ലേ? അത് മറ്റേ പള്ളിച്ചട്ടമ്പിയില് ത്രൂ ഔട്ട് കുറെ സ്ഥലത്ത് ഇങ്ങനെ ഇമോഷണൽ സംഭവത്തില് എന്ന് വെച്ചാൽ നായികയുടെ സൗണ്ട് ഓൾറെഡി പാട്ടിലൂടെ എന്റേതാണല്ലോ. അപ്പം ആ എന്താ നായികയുടെ വ്യൂവിൽ നിന്നുള്ള സീൻസിൽ മൊത്തം ഹമ്മിങ് പാടിയിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ 2026 ഇതുവരെയും സെറ്റാണ്. ഇപ്രാവശ്യം ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്ത മറൈൻ ഡ്രൈവ് ആയിരുന്നു. അപ്പൊ മറൈൻ ഡ്രൈവ് പോയി എല്ലാരും ഈ വെടിക്കെട്ടിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണല്ലോ.
അപ്പൊ 11:45 ഫുൾ തകർപ്പം വെടിക്കെട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചോ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ 12 മണിക്ക് എന്തായിരിക്കും വെടിക്കെട്ട് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോ 12 മണിക്ക് ഒരു വസ്തു പൊട്ടിയില്ല. അപ്പൊ എല്ലാരും എല്ലാം നമ്മുടെ ന്യൂ ഇയർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇല്ല. ഓക്കെ, അപ്പോ നമുക്കിനി കുറച്ച് കാലം പിന്നോട്ട് സഞ്ചരിക്കാം. ഓക്കെ, നമ്മളൊക്കെ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടല്ലോ ചെറുപ്പകാലത്ത്. നമുക്ക് പാടാനോ ഡാൻസ് ചെയ്യാനോ ആക്ട് ചെയ്യാനോ ഒക്കെ കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പാരന്റ്സോ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടല്ലോ. എപ്പോഴാണ് താങ്കൾ തിരിച്ചറിഞ്ഞത് താങ്കളുടെ ഉള്ളിൽ ഒരു ഗായിക ഉണ്ടെന്നുള്ളത്? അത് ഞാനല്ല തിരിച്ചറിഞ്ഞത്. ആദ്യം ഞാൻ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്നത് ഒപ്പനയുടെ മണവാട്ടിയായിട്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജില് ആ ദിവസം ഞാനാണെങ്കിൽ കരഞ്ഞ് കൊളാക്കി. എന്ന് വെച്ചാ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് എന്നോട് പറയാതെ ഞാൻ ഇരുന്ന കസേരയോടെ പൊക്കി സ്റ്റേജിൽ അങ്ങോട്ട് പെട്ടെന്ന് കർട്ടൻ പൊക്കി. പെട്ടെന്ന് ഞാൻ പാനിക് ആയപ്പോ ഞാൻ കരഞ്ഞ്. അങ്ങനെ ആ ഒപ്പന കൊളാക്കി ഞാൻ. അപ്പൊ കൂടെ കളിക്കണ എല്ലാരും എന്നെ നോക്കി ഇവളെന്താ കരയുന്നുള്ള പോലെ നോക്കിട്ട് ആ ഒപ്പന കൊളായി. അപ്പം അച്ഛനും അമ്മയും വിചാരിച്ച് ഞാൻ തീരെ സ്റ്റേജിൽ ഇനി കയറേ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ നഴ്സറിയിൽ പഠിപ്പിച്ച വാസന്തി എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. ആ ടീച്ചറാണ് പിന്നെയും ഇവക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടിനാണെങ്കിലും മോണാക്ട് ഡാൻസ് ആ സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു, ചിത്രം വരെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എക്കത്തിനും പിന്നെയും സ്റ്റേജ് കയറ്റി ഇതാക്കിയത് വാസന്തി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ഇപ്പോഴും ഓക്കെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സംഗീത പഠനം? അതുകൊണ്ട് ആ 5 വയസ്സ് തൊട്ടേ അച്ഛനും അമ്മയും പാട്ടിന് വിടാറുണ്ടായിരുന്നു, ക്ലാസ്സിന് വിട്ടിട്ട്. പാട്ടും ഡാൻസും ഒക്കെ ആ സമയത്ത് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നുവെച്ചാ ഈ സീരിയസ് ആക്കിയിട്ട് പാട്ടെടുക്കണം എന്ന് ഞാൻ കോളേജിൽ നിന്ന് ഡിസൈഡ് ചെയ്തത്. അതുവരെ ഫുൾ യൂത്ത് ഫെസ്റ്റിവലിനും മത്സരത്തിനൊക്കെ പങ്കെടുക്കാന്നല്ലാതെ മെയിൻ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ പാട്ടാന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ ബിടെക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ സ്റ്റേജ് പ്രോഗ്രാം പിന്നെയും ഒരു വലിയ ഗ്യാപ്പിന് ശേഷം 10th +1 +2 സമയത്തൊന്നും പാട്ടായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പഠിപ്പിലേക്കായി. അങ്ങനെ ഒരു ബിടെക് യൂണിയൻ ഇനോഗ്രേഷൻ ടൈമിലൊക്കെയാണ് പിന്നെയും അവിടെ ഒരു സുനീത് എന്ന് പറഞ്ഞ ഏട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾ ബാൻഡിൽ പെർഫോം ചെയ്യാൻ തുടങ്ങിയതും. അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട് കൊണ്ടാണ്. അവിടെ നിന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട് കുറവായിരുന്നു ആദ്യം, അവിടെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അവിടെ നിന്ന് എല്ലാരും ഭയങ്കര മോട്ടിവേഷനും സപ്പോർട്ടായിരുന്നു പാടുമ്പോഴൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒന്ന് സീരിയസ് ആക്കി കളയാം, എന്തോ ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ എംടെക്കിനാണ് ഞാൻ ഫസ്റ്റ് മൂവിയില് പാടുന്നത്. എംടെക് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് മൂവിയില്. എനിക്ക് തോന്നുന്നു നമ്മള് മലയാളത്തിൽ തന്നെ ഏകദേശം 20-ഓളം അല്ലെങ്കിൽ 20+ സോങ്സ് നമ്മള് 20ക്ക് അടുത്തല്ലേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴിലും പാടിയിട്ടുണ്ട്, അതുപോലെ തെലുങ്കിലും പാടിയിട്ടുണ്ട്. നമ്പേഴ്സ് അത്രക്കില്ല, ടോട്ടൽ 24 പടത്തിലാണ് ഞാൻ പാടിയത്. തെലുഗു ഒരു 2 പാട്ട്, 2 തമിഴ് ഒരു 2 ഒരു 3-4 പാട്ട് വീതം തെലുഗും തമിഴും പാടിയിട്ടുണ്ട്. ബാക്കി മൊത്തം മലയാളം. ഓക്കെ, ഇത്രയും പാട്ടുകൾ പാടിയതില്ലേ, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ്. എന്റെ മനസ്സിലൊരു പാട്ടുണ്ട്, ഓക്കെ അതാണോ നോക്കട്ടെ. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ് ഇത്രയും പാടിയത്. അങ്ങനെയല്ല, എന്നാലും നമ്മൾ പാടിയ ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിഞ്ഞ് ആഘോഷിച്ച പാട്ടുകൾ, സെലിബ്രേറ്റ് ചെയ്ത സോങ്സ്. പാട്ട് മെയിൻ ആയിട്ട് ഈ കാട്ടുചെമ്പകം തന്നെയാണ്. കാര്യം മന്ദാരപ്പൂ ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു കുമാരിയിലെ. അത് അങ്ങനെ ഡാൻസ് റീൽസ് കുറെ വന്ന് 2 lakh സംതിങ് റീൽസ് വന്നപ്പം അത് നല്ല ഹൈപ്പായി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാടിയെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ എന്താ ചെയ്യണേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലേ ബാക്ക് സിംഗർ ആണ്, അപ്പൊ ഏതാ പാടിയെന്ന് നോക്കുമ്പോ മന്ദാരപ്പൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്താറില്ല ആൾക്കാർക്ക്. എന്നുവെച്ചാൽ അത് പിന്നെ ഉള്ളിനുള്ളിൽ പോർഷൻ പാടണം. പാടിയൊക്കെ കൊടുക്കുമ്പോൾ അത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയാം. അല്ലാതെ മന്ദാരപ്പൂ എന്ന് പറയുമ്പം ആരും അങ്ങനെ എന്ന് പറഞ്ഞ് വിടും. പക്ഷെ ഇപ്പൊ കാട്ടുചെമ്പകം എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും കത്തുന്നുണ്ട്. എനിക്കൊരു സന്തോഷം. അതെ. അപ്പൊ അതും ഈ മന്ദാരപ്പൂല് ആ 2 ഹുക്ക് മാത്രമേ വൈറലായിട്ടുള്ളൂ. ഈ കാട്ടുചെമ്പകത്തിലെ എല്ലാ പോർഷനും എല്ലാരും റീൽ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് കാട്ടുചെമ്പകം എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു സന്തോഷം. എനിക്ക് പറയാനൊരു പാട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ആ മന്ദാരപ്പൂവേ അത് തന്നെ പാടി, ഇത് ഞാനാ പാടിയെന്നൊന്ന് തെളിയിച്ചു. മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കണ്ണാടി കൈവര നോക്കിയതാരോ, നിന്നാരും കാതിൽ നിന്നുമക്കാരൻ കിന്നാരം പോലെ നീ ചൊല്ലിയതാരോ, മഞ്ചാടിത്തെ
ചങ്ങാതിപ്രാവ് കാത്തു നിന്നു അമ്മാനമാടനേരമായും ഉള്ളിനുള്ളിൽ മഞ്ഞു വീഴും നല്ല കാലം കാണാൻ വെള്ളിമൈനി കണ്ണിടാതെ വാ മുന്നിലാകെ നിന്നിമായും വർണ്ണമേടും വാങ്ങാൻ മേലെ നിന്നും മാറിവില്ലേ വാ വാ. ഇല്ല നൈസാണ്, സൂപ്പറാണ്, സൂപ്പർ. ഈ പാട്ടില്ലേ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കണ്ടിരുന്നോ? അതായത് റീൽസിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് കുറെ നാളിന് ശേഷം ഒരു ഫീമെയിൽ എൻട്രി സോങ് എന്നുള്ള രീതിക്ക് ത്രൂ ഔട്ട് ഒരു സോളോ ലിപ്സിംഗും ഇല്ലായിരുന്നു. അപ്പോ എൻട്രി സോങ് നമ്മൾ കുറെ നാളിന് മുന്നേ സുജാചൊക്കെ ഒത്തിരി ഇതുപോലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അതില്ല. ഇപ്പൊ കുറെ നാളിന് ശേഷം അങ്ങനെ വന്നൊരു കാര്യം. അപ്പൊ ആ രീതിയിൽ ഡിസ്കസ് ചെയ്ത് പെട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ സമയത്തുള്ള ഒരു സന്തോഷം എങ്ങനെയായിരുന്നു കുമാരി? അന്ന് ഭയങ്കര സന്തോഷം, കാരണം ഇത്ര വ്യൂസ് വരുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് സ്ലോ ആയിരുന്നു വ്യൂ, പിന്നെ 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 അവിടെ ഒറ്റ കേരള കയറിയതാണ്. അപ്പൊ ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ അങ്ങനെ നോക്കുമ്പോ യൂസ് കയറുന്നു 1 million 2 million 3 million അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ റീൽസ് ഓരോരുത്തർ, ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച ആരെങ്കിലും ഒരാളൊന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നുവെച്ചാൽ റീച്ച് ഇല്ലാത്ത സമയത്ത്. പിന്നെ ഐശ്വര്യ ലക്ഷ്മി മാം ഇട്ടല്ലോ, അതിനുശേഷം പിന്നെ ചറപറ പറഞ്ഞിട്ട് എല്ലാരും കളിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ രക്ഷപ്പെട്ട്. എന്നുവെച്ചാ ഒരു ഹിറ്റ് കിട്ടാന്ന് പറയണ എന്നുവെച്ചാ എന്താ പറയാ, ഇപ്പൊ ചാൻസേ കിട്ടാൻ പാടാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇടയ്ക്ക് കൂടെ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പൊതുവേ കലാകാർക്ക് ഇപ്പൊ കലാരംഗത്ത് ഏത് കലാകാരനും ആയിക്കോട്ടെ, അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളോ ആയിക്കോട്ടെ, ലൈക്ക് മ്യൂസിഷ്യൻ ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് പൊതുവേ നമ്മൾ ഈ റെഗുലർ സാലറി അല്ലെന്നുണ്ടെങ്കിൽ റെഗുലർ ഇൻകം നമുക്കറിയില്ല. ഈ മാസം വർക്കുണ്ടോ, ഈ മാസം നമുക്ക് എന്താ പറയാ, നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടോ, ഷോസ് ഉണ്ടോ, ഇതൊക്കെ അൺസ്റ്റേബിൾ ആണ്. നമുക്ക് സ്റ്റേബിൾ ആയിട്ടൊരു ഇൻകം വരുന്നില്ലല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ഞാനൊരു സിംഗർ ആവണം എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഉറപ്പായിട്ടും. കാര്യം വീട്ടിൽ നിന്നും പേടി ഉണ്ടാവല്ലോ എല്ലാവർക്കും, സേഫ് ആണോ എന്നുള്ള സംഭവം. എപ്പോഴും ഈ പാട്ട് ഇപ്പൊ കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ട് എപ്പോഴും കിട്ടണമെന്നില്ല, അങ്ങനത്തെ കുറെ. പിന്നെ എംടെക് കഴിഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ കുസാറ്റിലേക്ക് അപ്ലൈ ഒക്കെ ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ എടുത്ത് കിട്ടിക്കഴിഞ്ഞിട്ടും ഞാൻ ആ സമയത്താണ് മന്ദാരപ്പ് ഇറങ്ങണത്. ഇപ്പൊ ഞാൻ മാറി നിന്നാ പിന്നെ ഞാൻ ചുമ്മാ പിന്നെ ആദ്യം മുതൽ ഒന്നുകൂടെ തുടങ്ങണ്ടേ. അപ്പൊ ഞാൻ അങ്ങനെ പോണില്ല എന്ന് എഴുതി കൊടുത്തു. അപ്പം റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെ അന്തം വിട്ടായിരുന്നു, കിട്ടിയിട്ട് പോവാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ആഗ്രഹം തന്നെയാണ് എനിക്ക് വേറെ ജോബ് ചെയ്യണതോ. എംടെക് തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ചൊന്നല്ല, ഞാൻ ചുമ്മാ പഠിച്ചു എന്നല്ലാതെ ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ ഇത് എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും വർക്ക് ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഉണ്ടാകുമ്പോ ചിലപ്പോ കുറെ എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാ ദിവസവും വർക്കുള്ള സമയം ഉണ്ടാവും, ചിലപ്പോ വർക്ക് ഇല്ലാത്ത സമയം ഉണ്ടാവും. അപ്പൊ നമ്മള് പ്രോഗ്രാംസ് ഞാനിപ്പോ അങ്ങനെ ചെയ്യാറില്ല, ഇനിയിപ്പൊ എടുക്കണം. ഞാനിങ്ങനെ എന്താ പറയാ, അധികം ആൾക്കാർക്കൊന്നും പരിചയം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പ്രോഗ്രാമിന് ചെയ്യാനൊരു ചടപ്പായി ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ ഇപ്പൊ കാട്ടുചെമ്പ് ഹിറ്റായപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ്, ആക്റ്റീവ് ആണോ? പാട്ടുകൾ നിരന്തരം പാടി ഇടാറുണ്ടോ? മടിയാണ്. എന്നുവെച്ചാ ആഗ്രഹമുണ്ട് എല്ലാ ആഴ്ച ഓരോന്നും ഇത് റീല് ഇടണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്, എന്നാലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടമാണ് പാടിയിടാൻ, എന്നാലും നമ്മൾ ഈ സ്റ്റുഡിയോയിലൊക്കെ പോയി ഇട്ട് കുറച്ച് പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വരാറുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ചെയ്ത് വെച്ച ഒരു 5-6 ഇറക്കാനുണ്ട്. ഒന്നെങ്കിൽ വീഡിയോന്റെ പണി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ആയിട്ട് അങ്ങനെ നിന്ന് പോണ കുറെ ഉണ്ട്. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ താങ്കളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇപ്പൊ ഈ ഒരു ഫെയിമിൽ എത്തി നിൽക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാടി നിൽക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് ഇപ്പൊ എങ്ങനെയാണ്? ചിലപ്പോ അന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നായിരിക്കും, എന്തിനാ നിനക്ക് പഠിച്ച് ബിടെക് എടുത്ത ആ ഒരു പൊക്കൂടെ എന്നൊക്കെ. ഇപ്പൊ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് അങ്ങനെ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും സന്തോഷാണ്. എന്നുവെച്ചാ എല്ലാരും ഇങ്ങനെ വിളിച്ചിട്ട് പറയും, ഇന്ന് ബസ്സിൽ ഞാൻ പോകുമ്പോ കാട്ടുചെമ്പകം വന്നു, അല്ലെങ്കിൽ മന്ദാരപ്പ് വന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഹോട്ടലിൽ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരും. അപ്പൊ പുറത്തുനിന്ന് എപ്പോ കേട്ടാലും എല്ലാരും വീഡിയോ എടുത്ത് അയച്ചു തരും. പിന്നെ കാറ് പോകുമ്പോ കേൾക്കണതും, പിന്നെ ഈ കാട്ടുചെമ്പകം എല്ലാരും പറയണ ലൂപ്പിലാണെന്ന് കുറെ മെസ്സേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മന്ദാരപ്പൂനെ അപേക്ഷിച്ച് കാട്ടുചെമ്പകത്തിന് കുറെ കൂടെ മെസ്സേജസ് വരുന്നുണ്ട്, സിംഗേഴ്സ് ആരാന്നൊക്കെ ശ്രദ്ധിച്ചിട്ടേ.
ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, എല്ലാരും മെൻഷനും ചെയ്യുന്നുണ്ട്. മീൻസ് സ്റ്റോറി ഇടുമ്പോ ഒക്കെ മന്ദാരപ്പൂവിനെ ആരും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഡാൻസ് ആണല്ലോ, പാട്ട് അങ്ങനെ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി ആരൊക്കെ റീൽ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ഷെയർ ചെയ്യായിരുന്നു അന്ന് ചെയ്തത്. പക്ഷെ ഇന്ന് എല്ലാരും മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമയം വരും. ഓക്കെ, ഈ നമ്മുടെ മീഡിയ ഇൻഡസ്ട്രി അല്ലെന്നുണ്ടെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയില്, മ്യൂസിക് ഇൻഡസ്ട്രിയില് ഈ ഒരു ഗോഡ് ഫാദർ ഉണ്ടായാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കുറെ പാട്ടുകൾ കിട്ടാനും ഒക്കെ. ഇപ്പൊ അത്തരത്തിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗറോ അങ്ങനെ ഒരാളുടെ പേര് പെട്ടെന്ന് എടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാരായിരിക്കും? മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പാടിയേക്കുന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യും, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ ഉണ്ട്, കെ ഡി വിൻസെന്റ് സാർ. അപ്പം സാറ് വഴിയാണ് എനിക്ക് അധികം ഇതുവരെ പാടിയ അധിക പാട്ടുകളും വന്നിട്ടുള്ളത് സാറ് വഴിയാണ്. എന്നുവെച്ചാൽ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് സിംഗേഴ്സിനെ ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്ന വിൻസെന്റ് സാറിനോടാണ്. അപ്പം വിൻസെന്റ് സാറാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. പുള്ളി നമ്മുടെ പേരൊന്ന് അവിടെ എടുത്തിടണമല്ലോ അല്ലെ? അല്ല, നമ്മുടെ പേര് അവിടെ മെൻഷൻ ചെയ്യണം. അതെ. എനിക്ക് കുറെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. സാറിനും ഭയങ്കര സ്നേഹമാണ്, എനിക്കും സാറിനോട് ഭയങ്കര സ്നേഹമാണ്. എന്നുവെച്ചാൽ സാർ കുറെ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. എന്നുവെച്ചാ എത്രയോ വർഷം, ഇപ്പൊ നല്ല 70+ ഏജ് ഉണ്ട്, ഇപ്പോഴും സാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇതേ ഫീൽഡിൽ. ഇപ്പൊ സാറിന്റെ മോനും, നേരത്തെ ഞാൻ ഡോൺ ചേട്ടൻ എന്ന് പറഞ്ഞ സാറിന്റെ മോനാണ്, സാറും മോനും ഇപ്പൊ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. അപ്പോഴേ ഞാനൊരു ചെറിയ സെഗ്മെന്റ്, ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലോട്ട് കൊണ്ടുപോവാണ്. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയുമ്പോൾ താങ്കളുടെ മനസ്സിൽ വരുന്ന പാട്ടുകൾ ഒരു 2 വരി പാടിയാൽ മതി. ഓക്കെ, ഒരുപാട് ഇങ്ങനെ സന്തോഷം വരുവാണ്, യു ആർ ലൈക്ക് എക്സ്ട്രീംലി ഹാപ്പി, ഭയങ്കര സന്തോഷമാണ്, ഇപ്പൊ മനസ്സിൽ വരുന്നൊരു പാട്ട് ഏതാ? മറ്റേ മലർകളെ ഇല്ലേ, മലർകളെ, അത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ പാടിക്കൊണ്ട് നടക്കണ ഒരു സോങ്. മേഘം തീരന്ത് കൊണ്ട് മണ്ണിൽ ഇറങ്ങി വന്ന് മാർബിൽ ഒളിந்து കൊള്ള മാർബിൽ ഒളിந்து കൊണ്ട മാറൻ കൂന്തലിൽ ഒളിந்து കൊള്ള കൂന്തൽ ദേവൻ തൂങ്ങും மலர் சூடும் வயதில் என்னை மறந்து போவது தாரை நினைக்காத நேரம் இல்லை காதல்ன்றதே உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதி சுவாசமும் மூச்சில் உன் வார்த்தை பேச்சில் 5 நூற்றாண்டு வாழும் மலர்களே மலர்களே இது என்ன கனவா மலைகளே மலைகளே இது என்ன நினைவா உருகியதே எனதுள்ளம் பெருகியதே நீ வெள்ளம் விண்ணோடும் நீரா மண்ணோடும் நீரா கண்ணோடும் நீரா അടിപൊളി, സൂപ്പർ. ഓക്കെ, വിഷമം വരുമ്പോ കരയാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ ചിലപ്പോ ഒരു പാട്ടിടല്ലേ? എനിക്ക് അങ്ങനെ കണ്ടു. ഞാൻ കരയാൻ വരുമ്പം എനിക്ക് മൂഡ് മാറ്റണം. അപ്പൊ ഞാൻ എനിക്ക് അല്ലെങ്കിൽ സാഡ് സോങ് പിന്നെയും കേട്ട് ഞാൻ പിന്നെ ഇരുന്ന് മോങ്ങൂലേ, എനിക്കത് മാറ്റണം വേഗം. ലവ് ഫെയിലിയർ ഒക്കെ വരുമ്പോ ഞാനിരുന്നിട്ട് മറ്റേ പിന്നെ അത് ഞാൻ വിചാരിക്കാറുണ്ട്, പല ആൾക്കാർ ഈ മറ്റേ ക്ലാസ്മേറ്റ്സിലൊക്കെ സന്യാസിനെ കിട്ടും കേൾക്കണില്ലേ, അപ്പൊ എനിക്ക് ഈ സങ്കടം വരുമ്പോ എന്തിനാ സങ്കടപ്പാട്ട് കേൾക്കണെന്ന് വെച്ചാൽ വേണോ? എനിക്ക് പോണ്ട. ഞാൻ എന്നിട്ട് വേഗം മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ ഈ പാട്ടില്ലേ, എന്തായിരുന്നു, GVPയുടെ വിഴിയിൽ വിഴിയിൽ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് ഞാൻ എപ്പോ കേട്ടാലും ഞാൻ ഹായ് അതിന്റെ കൂടെ മറ്റേ വിജയ് ദേവരക്കൊണ്ട ഗോപി സുന്ദർ സാറിന്റെ വച്ചിണ്ടമ്മയൊക്കെ അല്ലേ, ആ ഒരു തെലുഗു കുറച്ച് സോങ്സ്, പിന്നെ ഈ വിഴിയിലും വിഴിയിലൊക്കെ കേട്ടാ ഞാൻ ഇങ്ങനെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പാട്ട്
അതായത് വിരിയില്ല സംഘം. വിരിയിൽ ആ இதுவரை இந்த உணர்வில் தடமாறவில்லை முதல் முறை இந்த இளமை சுகமுணர்கிறேன் நான் தூங்கவில்லை கொடையோடு நான் போனேன் வழியினேனும் நனைகிறதே கடிகாரம் இருந்தால் காலடி விழியில் விழியில் அங்க விழுந்தேன் அந்த நொடியில் எதிர்காலம் நீதான் என்று நானே வழியில் வழியில் പാട്ടിട്ടില്ല പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ സീൻ കാണാനും ഭയങ്കര ഇഷ്ടം പാട്ടും ഓക്കെ താങ്കളുടെ വോയിസിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പാട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു എന്തോ ഒരു മറ്റേ ഉള്ളിൽ ഫിക്സ് ചെയ്ത് എന്തോ ഒരു സാധനമുണ്ട്. മറ്റേ ഹരണി മാമിന്റെ ഒക്കെ ശബ്ദത്തിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. എന്തോ ഒരു വേറൊരു ഒരു ഹസ്കിനെസിന്റെ കൂടെ വേറൊരു ഒരു എഫക്ട് അകത്തുനിന്നേ വരുന്നുണ്ട്. നമുക്ക് സ്റ്റുഡിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ ഭയങ്കര രസമാണ് കേൾക്കാനും. ഇപ്പൊ ചില ആൾക്കാർ ഒരു എഫേർട്ട് എടുത്തല്ലേ ഒരു പാട്ടിലെ ഫീൽ കൊണ്ടുവരിക. താങ്കൾക്ക് തങ്ങളുടെ വോയിസിൽ തന്നെ പ്രീ ഫിക്സ്ഡ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അഭിമാനിക്കും. വീട്ടിൽ വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? ലൈക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടോ പാട്ടിന്? വീട്ടില് അച്ഛന്റെ കുടുംബത്തില് അച്ഛൻ ചെറുതായിട്ട് പാടും, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛന്റെ കുടുംബത്തില് കസിൻസ് ഒക്കെ കുറെ എല്ലാരും നല്ലോണം പാടും. ഓക്കെ, അപ്പൊ പാട്ടുണ്ട് എവിടേക്കോ. ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ, ഒരു ട്രിപ്പ് പോവാണ്. ഓക്കെ, അപ്പോ ഈ ട്രിപ്പ് വൈബിൾ ഡ്രൈവ് വൈബിൽ കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട്? ട്രിപ്പിൽ അധികവും ഞാൻ കേൾക്കാറ് വിദ്യാസാഗർ സാറിന്റെ കുറെ, പിന്നെ AR റഹ്മാൻ സാറിന്റെ കുറെ പാട്ടുകളാണ്. ഓക്കെ, ഏതാ പറയാം, കുറുക്ക് സിരിത്തവളെ കേൾക്കാറുണ്ട് എപ്പോഴും. പിന്നെ വിദ്യാസാഗർ സാറിന്റെ മറ്റേ നിലാവും മായുന്നു ഭയങ്കര ഇഷ്ടം. പിന്നെ ഗോവിന്ദേട്ടനെ കുറെ എല്ലായിടത്തും കേൾക്കും. ഇഷാം കേടെ കാറ്റുമേൽ സെലക്ട് ചെയ്യാം ഇപ്പൊ പാടാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ വിദ്യാസാഗർ സാറിന്റെ അല്ലെ കുറുക്കു സിരിത്തവളാണ് പാടാം. ഓക്കെ. ഒരു உன்னாலே சில முறை இருக்கவும் சில முறை பிறக்கவுமானதே அழகத்தோட விழுந்தது அந்த தோட போவது நெஞ்சு உன்னோடுதான் பின்னோடுதே அடக்காலம் மறந்து காட்டு மரபு பூக்கிறதே குறுக்கு சிரித்தவளே ഇന്ന് കുങ്കുമത്തെ കരച്ചവളെ നെഞ്ചും മഞ്ചം തെച്ച് കൊടുക്കയിലെ കൊഞ്ചം പൂസിത്തായേ കൊലുസുക്ക് മണിയാ ഇന്ന് കൊഞ്ചം മാത്തായേ. എന്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് സ്വന്തം ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സിംഗർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അടുത്തത് ഒരു ഫ്രണ്ടിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഒരു പാട്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ്. ഓ മൈ ഫ്രണ്ട് അതൊക്കെ ഇഷ്ടായിരുന്നു, മറ്റേ ഹാപ്പി ഡേയ്സിലെ പാട്ട്. ഓക്കെ, പിന്നെ ഇത് വെള്ളിപ്പറവകളായി ഒന്ന് മൂളിക്കും, രണ്ടുപേരും നമുക്ക് എന്ത് പറഞ്ഞാലും മൂളണം എന്നൊക്കെ. പിന്നെ ഒരു പാട്ടുകാരുടെ മുന്നിൽ വന്നിരുന്നിട്ട് നമ്മൾ പാടിക്കണ്ടേ? പാടിക്കണം. വെള്ളിപ്പറവകളായി പൊങ്ങിപ്പടരണം വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരണം പോകാം പോകാം ആടാം പാടാം മലർവനിയിൽ ഒന്നാകണം ഇന്നാളും ഉടനകൾ പലരിന്നാലൊരു പോകാം. ഞാൻ അത് ആദ്യമായിട്ടാ ലൈഫിൽ പാടുന്നത്. ആണല്ലേ? അത് നമ്മുടെ മൈൽ സ്റ്റോണിൽ ഇരിക്കട്ടെ. ഇതൊരു മൈൽ സ്റ്റോൺ ആയിക്കോട്ടെ. ഓക്കെ, സൂപ്പർ. ഓക്കെ, അടുത്തത് വീട്ടിലിങ്ങനെ നമ്മള് ജോലിയൊക്കെ ചെയ്യുമ്പോ പിന്നെ കുറെ പണിയുണ്ട്. തുണി മടക്കി വെക്കണം, പാത്രം കഴുകണം. അമ്മ കേൾക്കണ്ട, ഇതൊന്നും ഞാൻ ചെയ്യാറില്ലല്ലേ.
ഓക്കെ ജോലി ചെയ്യും എന്ന് ഇടയ്ക്ക് മൂഡ് സങ്കല്പിക്കുക. ഉണ്ടാകുമ്പോ കുക്ക് ചെയ്യും. ഏഹ് ഇടയ്ക്ക് മൂഡ് ഉണ്ടാകുമ്പോ കുക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മള് മടിച്ചിന്ന് കളിക്കും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് ഇടാറില്ലേ? ആ ആ, അത് ഞാൻ ആ, FM ഓൺ ആക്കിയിട്ട്. ഇത് എന്റെ മറ്റേ സെഗ്മെന്റിനെ പാടെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഓക്കെ, സത്യമായിട്ട് ഞാൻ FM ഇട്ടോണ്ടാ പണിയെടുക്കാം. ആ അല്ല എന്നാലും ഞാൻ മറ്റേ തനത്തെന്താ അതൊക്കെയാണ് കേൾക്കുന്നത്. മറ്റേ ഏതാടാ മറ്റേ പെയിന്റ് അടിക്കുന്ന പാട്ട് ഫ്രണ്ട്സില്ലേ? തനി തങ്കക്കിന ആ അതൊക്കെ അതോ? അപ്പൊ നമുക്ക് അതൊക്കെ. ചെയ്യാൻ തോന്നും പണി. മനസ്സിലായോ? ഏത് പാട്ട് കേട്ടാലും ആ. പണിയെടുക്കാൻ ഒരു സാധനം വരും. ആ പാട്ടില്ലാന്ന് ചെയ്യാൻ ഇഷ്ടമല്ല, ഭയങ്കര ബോറിംഗ് അല്ലേ. ഞാൻ വിചാരിക്കും അമ്മയൊക്കെ എങ്ങനെ ഈ പാട്ടൊന്നും വെക്കാണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നത്. ആ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു +1 +2 ഒക്കെ എത്തിയപ്പോഴാണ് ശരിക്കും തീരുമാനിച്ചത്, അല്ലെങ്കിൽ കോളേജ് ഒക്കെ എത്തിയപ്പോഴാണ് ഞാൻ പാട്ടിലേക്ക് തന്നെ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇൻ കേസ് ഒരു സിംഗർ ആയില്ല എന്ന് കരുതുക, ആരായിരിക്കും ഇപ്പൊ ഒരു സെക്കൻഡ് ഓപ്ഷൻ, ഒരു ബി പ്ലാൻ ഉണ്ടായിരുന്നോ? ഞാൻ MTech പഠിച്ചിട്ട് ആ റിലേറ്റഡ് എന്തെങ്കിലും ജോബ് ചെയ്യായിരിക്കും, പക്ഷെ ഞാൻ എന്തായാലും അടുത്ത് നിർത്തും, അത് ഉറപ്പാ. അപ്പൊ ഞാൻ ഫിലിം ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും പരിപാടി പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിലിം ഫീൽഡ്. ഷൂട്ട് കാണാനാണെങ്കിലും ഒക്കത്തിന് അതിന് എന്തെങ്കിലും ഒരു മേഖല എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഞാൻ പഠിച്ചു കയറും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേജ്, ക്യാമറ അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റേജ് ഫിയർ ഉണ്ട്, അത് വേറെ കാര്യം, പക്ഷെ എല്ലാം ഇഷ്ടമാണ്. ഈ നമ്മള് റെക്കോർഡിംഗ് അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോൾ അവിടെ ഒരു 1-2 പേരെ ഇരിക്കുള്ളൂ. അപ്പൊ താങ്കൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ബാൻഡിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഗാനമേള ഷോസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. അപ്പൊ കൊറേ ചെയ്തിട്ടില്ല, എന്നാലും സ്റ്റേജിൽ അത്യാവശ്യം ചെറുതാകുമ്പോ തന്നെയായിരുന്നു പണി. ഇപ്പം കുറവാണ്, പക്ഷെ ചെയ്യാറുണ്ട് റെയർ ആയിട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ വേർ താങ്കളുടെ പാട്ട് സ്റ്റേജിൽ കണ്ടിട്ട് ഒരു ഓഡിയൻ അല്ലാന്നുണ്ടെങ്കിൽ കേട്ടോണ്ടെന്ന് ആരെങ്കിലും വന്ന് സംസാരിച്ച് പുകഴ്ത്തി താങ്കളുടെ മനസ്സും കണ്ണൊക്കെ നിറഞ്ഞ ആ ഒരു നിമിഷം? കോളേജിൽ നിന്നാണ് ഞാൻ പറഞ്ഞില്ലേ. അത് സ്കൂളിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മളിങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന് ഓരോ നമ്പറും വന്ന് എന്റെ നമ്പർ ആകുമ്പോഴേക്കും കർട്ടൻ പൊക്കി കുറച്ച് നമ്മൾ ഇവിടം വരെ കാണുകയാണെങ്കിലും അവിടെ നിന്ന് അവണിന്ന് വിളി വരും. അപ്പൊ എനിക്ക് ഇങ്ങനെ രോമാഞ്ചം വരും എന്ന് വെച്ചാൽ അത്രയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ അവണി അങ്ങനെ വിളിക്കുമല്ലോ. നമ്മള് പാടാൻ വേണ്ടി റെഡി ആയി നിൽക്കുമ്പോ അങ്ങനത്തെ സൗണ്ട് കേൾക്കുമ്പോ നമുക്കൊരു ഇതാണല്ലോ. ആ സമയത്തേക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ട്. അതേപോലെ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ഒരു അവിടെ സീനിയേഴ്സിന് ഭയങ്കര പെൺകുട്ടികൾ സ്റ്റേജിൽ കയറുന്ന ഇഷ്ടമായിരുന്നില്ല അത്രയും കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ സ്റ്റെപ്പ് കയറുന്ന തൊട്ടിട്ട് ഇറങ്ങണ വരെ കൂവിയിട്ട് ഒരു വസ്തു പുറത്തേക്ക് കേൾക്കാറില്ല സാധാരണ. അപ്പൊ എനിക്ക് നേരത്തെ ഞാൻ ഫസ്റ്റ് ഇയർ ആണല്ലോ, അപ്പൊ നേരത്തെ എല്ലാ സീനിയേഴ്സും വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ, ഒന്നും കേൾക്കൂല, ധൈര്യമായിട്ട് പഠിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്നാ പിന്നെ കുഴപ്പമില്ല, കുറെ ഗ്യാപ്പിന് ശേഷം പാടുവാണല്ലോ, എന്തായാലും പുറത്തേക്ക് കേൾക്കൂലല്ലോ, അപ്പൊ പാടാലോ. അങ്ങനെ കേറി ഫസ്റ്റത്തെ ഞങ്ങള് മറ്റേ ഇതില്ലേ ദേവദൂതനിലെ എന്തൊരു ആ സാധനം ഞങ്ങള് ഗ്രൂപ്പായിട്ട് ഒരു 10-12 ആൾക്കാർ കൂടിയിട്ട് സ്റ്റേജ് ഇതേപോലെ തന്നെ പറഞ്ഞ അതേപോലെ സ്റ്റെപ്പ് കയറുന്നു, കൂവൽ തുടങ്ങുന്നു, നമ്മള് ഫുൾ പാടുന്നു, ഇറങ്ങുന്ന വരെ കൂവൽ. ഒന്നും കേട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് സങ്കടമില്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്തതാണ്, സ്വാഭാവികം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അതേപോലെ പിന്നെ അടുത്ത എന്റെ സോളോ ആണ്. അപ്പൊ പിന്നെ ഈ സോളോക്ക് കേറി മുൻപേ വാ തുടങ്ങി, കൂവലോ കൂവൽ. അപ്പൊ ഞാൻ കുഴപ്പമില്ല, ഇത് സ്ഥിരാണല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ നല്ല കൂവല് നിന്ന്. അപ്പം കുറച്ച് കൈയ്യടിയൊക്കെ വരാൻ തുടങ്ങിയപ്പോ ഞാൻ എന്നുവെച്ചാ ഇവർക്ക് ഭ്രാന്ത, എനിക്ക് ഭ്രാന്ത, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തീരെ അങ്ങോട്ട് ഇതായില്ല. അപ്പം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൈയ്യടി കേട്ടപ്പോ ഭയങ്കര അന്ന് ഞാൻ ഈ ഓഡിയൻസ് റെസ്പോൺസ് നമുക്ക് ഗൂസ് ബംസ് വരൂലേ, അങ്ങനത്തെ ഒരു സംഭവം കോളേജിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പം അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതും തുടക്കം കൂവല് കേട്ടിട്ടാണ് നമ്മള് ഫുൾ, പിന്നെ അത് മാറി കയ്യടി ആയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അന്ന് അതാ ഞാൻ പറഞ്ഞത് കോളേജിൽ നിന്ന് ഡിസൈഡ് ആക്കിയത് സീരിയസ് ആക്കി എടുക്കാന്നുള്ളത്. അപ്പൊ അന്നാണെങ്കിൽ ഈ ജൈവിലൊക്കെ ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ ആവണി എന്നൊക്കെ വെച്ചാൽ നമ്മളെ പരിചയമില്ല കോളേജിലാർക്കും, ഫ്രഷേഴ്സ് ഫസ്റ്റ് ഇയർ ആയിരുന്നല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോ ആയിരിക്കും അന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് പറയണത് ഇതേപോലെ ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒരു സംഗതി പാടുമ്പോ അവിടെ നിന്ന് എന്നുള്ള സൗണ്ട് വരും എല്ലാരും കൂടെ, ഒരു അങ്ങനത്തെ ഒരു സംഭവം വരുമല്ലോ. അപ്പൊ ആ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ അടുത്തൊരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ മറ്റൊരു ഹിറ്റ് പാട്ടും ഒരു ചെറിയ സ്റ്റേറ്റ് അവാർഡും ഒക്കെ കയ്യിൽ വരട്ടെ. Oh. Wish you all the best. Okay? Thank you so much. Thank you.